രാജ്മോഹൻ ചേട്ടാ, ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രമേ ഉള്ളൂ. നാടും നഗരവുമെല്ലാം തിരഞ്ഞെടുപ്പ് ആവേശത്തിൻ്റെ ചൂടിലും ചൂരിലുമാണ്. എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട? ആരാണ് അജണ്ട നിശ്ചയിക്കുന്നത്? ഇപ്പോൾ സർക്കാരിനെതിരെ പറയുകയാണെങ്കിൽ നിരവധി വിഷയങ്ങളുണ്ട്. ആരോഗ്യമേഖലയിലെ തകർച്ച, 9.5 വർഷത്തെ സംസ്ഥാന ഭരണത്തിനെതിരായ ഒരു ഇൻകംബൻസി, ഭരണവിരുദ്ധ വികാരം, അതുപോലെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള. ഇനി യുഡിഎഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവസാനം വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉൾപ്പെടെ, പിന്നെ കഴിഞ്ഞ 9.5 വർഷമായി പ്രതിപക്ഷം അങ്ങനെ സജീവമായി സക്രിയമായി ഇടപെട്ടില്ലെന്ന് ഭരണപക്ഷം ആരോപിക്കുന്നത്. എന്തൊക്കെയായിരിക്കും പ്രധാനമായിട്ടും അജണ്ടയായി ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്? വേണമെങ്കിൽ ഇതൊരു അജണ്ട ഇല്ലാത്ത തിരഞ്ഞെടുപ്പെന്ന് പറയാം. ഒരു രാഷ്ട്രീയ കക്ഷികൾ, കോൺഗ്രസോ CPM-ഓ BJP-യോ ഇന്ന രീതിയിലാണ് നാളെ മുതൽ ഞങ്ങൾ കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന് പറയുന്നതിന് പകരം, അല്ലെ കഴിഞ്ഞ കാല ഗവൺമെൻറ്റിൻ്റെ ഇന്ന തെറ്റുകൾ തിരുത്തുന്നു എന്ന് ജനങ്ങളോടൊരു ഓഫർ കൊടുക്കാൻ, ഒന്നും ചെയ്യേണ്ട, കഴിഞ്ഞ കാല ഗവൺമെൻറ് തെറ്റുകൾ തിരുത്താൻ ഇവർ തയ്യാറാകുമോ? ഞാൻ പ്രതീക്ഷിക്കുന്ന അജണ്ട ഒരൊറ്റ അജണ്ട, ഒരു ഉറപ്പ് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ജനങ്ങളോട് കൊടുക്കണം. ഫസ്റ്റ് എൻ്റെ അജണ്ടയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന അജണ്ടയാണ്. അത് രാഷ്ട്രീയ കക്ഷികൾ ചെയ്യുമെന്നറിയില്ല. ഒന്ന്, എൻ്റെ പേരിൽ ഞാൻ ജയിച്ചു വരികയും അധികാരത്തിലെത്തുകയും ചെയ്താൽ എൻ്റെ പേരിലൊരു കുറ്റം അല്ലെ തെറ്റാരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങളും അത് ചെയ്തില്ലേ എന്ന് ചോദിച്ച ന്യായീകരണം കൊണ്ട് ഞാൻ ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഇവിടെ നടക്കുന്ന മുഴുവൻ അങ്ങനെയാണ്. 100 രൂപയുടെ കട്ടകാര്യം, ഒരാൾ കോൺഗ്രസ് 100 രൂപ കട്ടകാര്യം പറഞ്ഞ ഉടനെ CPM-കാരൻ പറയും, അതിൻ്റെ മറുപടിയായിട്ട് പറയുന്നത് CPM-കാരൻ 500 കെട്ടില്ലെന്നാണ് ചോദിക്കുന്നത്. 10 പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ച് തെറ്റാന്ന് പറയുമ്പോൾ ഉടനെ ഇപ്പറേ 100 പേരെ നിയമിച്ചില്ലെന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനത്തെ വാദപ്രതിവാദങ്ങളല്ലാതെ എഫക്റ്റീവായിട്ട് കേരളത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ അജണ്ട സെറ്റ് ചെയ്തൊരു ഇലക്ഷനാണ് ഇപ്പോൾ പറയുന്നു ഇടതുപക്ഷ മുന്നണി വളരെ ദയനീയമായി തകർന്നു പോകും. അതിൻ്റെ കാരണം ആൻറ്റി ഇൻകംബൻസി ഇല്ലെങ്കിൽ അത് ഉണർത്തിയെടുക്കേണ്ടത്, ആ വികാരത്തെ, ജനങ്ങളുടെ വികാരത്തെ ആളിക്കത്തിക്കേണ്ടത് പ്രതിപക്ഷമാണ്, കോൺഗ്രസ്സാണ്. പ്രത്യേകിച്ചും BJP-ക്ക് ഒരു പരിമിതിയുണ്ട്. കാരണം കേന്ദ്രത്തിലിരിക്കുന്ന ഗവൺമെൻറ് ഇരിക്കുന്നിടത്തോളം കാലം ഒരു പരിധി വിട്ട് പിണറായി വിജയനെ വിമർശിക്കാൻ ഇവിടുത്തെ BJP-ക്കാർക്ക് പറ്റില്ല. ഇവരുടെ ഡ്യൂപ്ലിസിറ്റി കാരണമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം ഇത്ര ഇതായിപ്പോയത്. ഇപ്പോൾ ഇടതുപക്ഷത്തിന് കോൺഗ്രസിനെതിരായിട്ട് എന്താ പറയാനുള്ളത്? ഒന്നും കാര്യമായിട്ട് പറയാം. കാരണം 10 വർഷമായി കോൺഗ്രസ് അധികാരത്തിന് പുറത്താണ്. അപ്പോൾ കോൺഗ്രസ് ഇന്നത് ചെയ്തില്ലേ എന്ന് ചോദിച്ച് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടവും അതിൻ്റെ കൂടെ 2 ചൂരിദാറുകാരെയും സാരി ഉടുത്തവരെയും ഒക്കെ കണ്ട് അതാണ് അജണ്ട എന്നുള്ള രീതിയിലേക്ക്, ഏറ്റവും തരംതാണ രീതിയിലേക്ക് കേരള രാഷ്ട്രീയത്തിൻ്റെ അജണ്ട സെറ്റ് ചെയ്യാനാണ് ഇടതുപക്ഷം നോക്കുന്നത്. പക്ഷേ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ രാജ്മോഹൻ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചക്ക് മുമ്പ് ചാനൽ ചർച്ചയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ സജീവൻ പറഞ്ഞൊരു നിരീക്ഷണമുണ്ട്. അദ്ദേഹം പറയുന്നത്, അതായത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് UDF പറയുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നുണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട്. പക്ഷേ ആ ഭരണവിരുദ്ധ വികാരം ജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കുന്ന കാര്യത്തിൽ UDF പരാജയപ്പെട്ടിട്ടില്ലേ? ദയനീയമായിട്ട് പരാജയപ്പെട്ടു. വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. ഈ വിഷയം ഇത് ഏറ്റെടുത്തിരിക്കുന്ന ആരാന്നറിയോ? VD സതീശനോ K സുധാകരനോ K മുരളീധരനോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലോ അല്ല. ഇത് ഏറ്റെടുത്തിരിക്കുന്ന ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ജനങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ട്. ഈ മുന്നണിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹപ്രവൃത്തികളെക്കുറിച്ച് VD സതീശനേക്കാളും ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാക്കളെക്കാളും സീരിയസ് ആയിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ പ്രതികരിക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ. അതുകൊണ്ട് മാത്രമേ കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ കോൺഗ്രസിന് നെഗറ്റീവ്സ് ഇല്ല. നെഗറ്റീവ്സ് പറയാൻ ആകെപ്പാടെ രാഹുൽ മാങ്കൂട്ട ഒരു പെണ്ണിനെ ഫോൺ വിളിച്ച് ഇവരാ പറയാനുള്ളത്. ആ ഫോൺ കോളിനപ്പുറത്തേക്കൊരു നെഗറ്റീവ് കോൺഗ്രസിനെതിരായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ആർക്ക് സാധിച്ചിട്ടില്ല? ഇടതുപക്ഷത്തിനും സാധിച്ചിട്ടില്ല, BJP-ക്കും സാധിച്ചിട്ടില്ല. അല്ല, അതിനെ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് തിരിച്ച് അവർക്കും പറയാനല്ലോ, ഭരണപക്ഷത്തിനും പറയാനല്ലോ ആ കാര്യം. എന്താ പറയുക, തങ്ങൾക്കെതിരെ എന്താ ഇപ്പോൾ കഴിഞ്ഞ 9.5 വർഷമായി കേരളം ഭരിക്കുന്നത് LDF സർക്കാരാണ്. ഈ 9.5 വർഷത്തിനിടയിൽ ഒരു ഭരണപക്ഷത്തിനെതിരെ ഒരു 5 സമരം നടത്തി വിജയിപ്പിച്ച 5 പോട്ടെ, ഒരെണ്ണം പറയാൻ പറ്റുമോ UDF-ന്? ഒരു സമരം പോലും നടത്തിയിട്ടില്ല. അസംബ്ലിയിൽ പോലും വാക്കൗട്ട് നടത്തി പിണറായി വിജയൻ രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി. അതെ, വാക്കൗട്ട് നടത്തി ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കുന്നവർക്കൊക്കെ ചാൻസ് അവിടെ കിട്ടിയിട്ടില്ല. TR മഹേഷൊക്കെ 2-3 പ്രാവശ്യം വന്നിട്ടുള്ളൂ. കേരളത്തിലെ ഏറ്റവും തിളക്കമാർന്ന വിജയം നേടിയ സ്ഥാനാർത്ഥി TR മഹേഷാണ്, കരുനാഗപ്പള്ളിയാണ്. അത് പ്രത്യേകമായിട്ട് നമുക്ക് ചർച്ച ചെയ്യണം. ആ കരുനാഗപ്പള്ളി കോൺസ്റ്റിറ്റ്യുവൻസിയെ പറ്റി തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. ഇത് എന്ത് തരത്തിൽ ഇവർക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇവിടെ അജണ്ട എന്ന് പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ ഫസ്റ്റ് ആദ്യം നമ്മൾ പറഞ്ഞു,
യാതൊരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലെത്തിയാൽ മറ്റവൻ അത് ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ ന്യായീകരണമായിട്ട് വരരുത്. യു ടു ഹാവ് ഡൺ ഇറ്റ്. ആ ലോജിക്ക് ഇവിടെ അപ്ലൈ ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, ഞാനും നിങ്ങളും കേരളത്തിലെ ലോകം മുഴുവൻ അങ്ങനെ തന്നെയായിരിക്കും. സമാധാനത്തോടെ കിടന്ന് വീട്ടിൽ വൈകുന്നേരം കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്നത്, രാത്രിയിൽ കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. അല്ലാണ്ട് വീടിൻ്റെ മുറ്റത്ത് ബോംബ് സ്ഫോടനമോ കത്തിക്കുത്തോ അല്ലെങ്കിൽ തെരുപറച്ചിലോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഒന്നുണ്ട്, CPM സ്വാധീനമുള്ള എല്ലാ ബലം കൊണ്ട്, കൈ കൊണ്ട് മാത്രം കാര്യങ്ങളെ നേരിടാൻ പറ്റുന്ന ഒരു സംസ്കാരത്തിലേക്ക് കേരളത്തെ വലിച്ചുകൊണ്ട് പോവാണ്. ഏത് വിഷയത്തിനാണ് ഇമ്മീഡിയറ്റ് പരിഹാരം കത്തിക്കുത്താം. ബാറിലൊക്കെ വെച്ച് ചെറിയ തർക്കം ഉണ്ടായാൽ, വേറെ എന്തെങ്കിലും വഴിത്തർക്കം ഉണ്ടായാൽ, നടന്നു പോകുന്ന വഴിക്ക് തർക്കം ഉണ്ടായാൽ, ബസ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ, പെൺകുട്ടികളോട് നമ്മളെ എല്ലാം മൃഗീയമായ രീതിയിലേക്ക്, കൊലപാതകത്തിലേക്കും ആസിഡ് ഒഴി തീയിടുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ ഭരണകൂടം ജീവൻ രക്ഷ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത മാർഗ്ഗം അതാണ്. ആലപ്പുഴയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പ്രകടനം നടത്തിയ 3 കോൺഗ്രസ്സുകാരുണ്ട്. ഒരുത്തൻ്റെ തല തല്ലി പൊട്ടിച്ചു. അവിടെ കണ്ണൂർ പിണറായി വിജയനെ മുദ്രാവാക്യം വിളിക്കാൻ ചെന്നവർ അടിച്ചു ഓടിക്കുന്നത് പോലീസല്ല, CPM ആണ്. ആ വികാരം പഴയ ഒരു ഈ 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരിക, ഏറെക്കുറെ ഈ സെൽഫ് ഭരണം എന്ന് പറഞ്ഞ് ഇതേ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയപ്പോൾ അന്ന് കോൺഗ്രസ് ഉയർത്തിയൊരു മുദ്രാവാക്യമുണ്ട്, പോലീസ് വന്നാൽ മര്യാദ, ഗുണ്ടകൾ വന്നാൽ കണ്ടിക്കും. കാരണം പോലീസിൻ്റെ പണി ഏറ്റെടുത്തുകൊണ്ട് CPM അല്ല, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾ ചെന്നാൽ വെട്ടിത്തുണ്ടമാക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ അതാണ് നടക്കുന്നത്. ഇവിടെ മറിച്ച് വെട്ടിത്തുണ്ടാക്കുന്ന ആരെയാണെന്നറിയാമല്ലോ. എതിർക്കാൻ ശ്രമിക്കുന്നവനെ മുഴുവൻ അടിച്ചൊതുക്കാമെന്നുള്ള കൈ കൊണ്ട് അടിച്ചൊതുക്കാമെന്നുള്ള ധൈര്യം CPM കൊടുത്തു തരാം. താങ്കൾ ആദ്യം തന്നെ പറഞ്ഞ പ്രതിപക്ഷത്തിൻ്റെ കഴിവുകേട് അതിനകത്ത് കാര്യമായിട്ടുണ്ട്. ചെറുത്ത് നിൽക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ പ്രതിപക്ഷം തീരുമാനിച്ചാൽ അവിടെ നിൽക്കൂ. ഇത് അത്രയേ ഉള്ളൂ. കാരണം എല്ലാവർക്കും ജീവനി ഭയമുണ്ട്. അത് പിണറായി വിജയനുണ്ട്, സുധാകരനുണ്ട്, സതീശനുമുണ്ട്. ജീവൻ കളന്നുള്ള കളിക്ക് ഇവരാരും പോകുകയില്ല. താണികളെ വിടും, അത്രയേ ഉള്ളൂ. CPM രക്തസാക്ഷി കിട്ടിയിട്ട് നാളെത്രയെന്നറിയോ? രക്തസാക്ഷി ഇല്ല, അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. ഇപ്പോഴും പുഷ്പനെ കൊണ്ടാണ് നടക്കുന്നത്. കൂത്തുപറമ്പിലെ പാവം സ്വാതന്ത്ര്യ കോളേജ് ഇഷ്ടം പോലെ സ്ഥാപിച്ചിട്ടും വീണ്ടും പുഷ്പനെ രക്തസാക്ഷിയായിട്ട് ഈ മാർക്കറ്റിൽ വിൽക്കാൻ നടക്കണമെങ്കിൽ CPM കൊണ്ടേ പറ്റുള്ളൂ. അത് വിൽക്കാൻ പറ്റുന്ന ഇവിടെ കോൺഗ്രസിൻ്റെ നിശബ്ദതയാണ്. പൂക്കോട് വെറ്റിനറി കോളേജിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ആ പയ്യൻ്റെ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ പയ്യനെ ക്രൂരമായിട്ട് കൊന്നിട്ട് ആ കോളേജിൽ അയാളെ പഠിച്ച മുറിയും വീടുമൊക്കെ ഒന്ന് സന്ദർശിക്കാനായിട്ട് താമസിച്ച ഹോസ്റ്റലൊക്കെ സന്ദർശിച്ച് അവിടുത്തെ MP പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ തയ്യാറായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സംഭവം? അങ്ങനെ പൊളിറ്റിക്കലായിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള കഴിവ് കോൺഗ്രസിനില്ല, പ്ലാൻ ചെയ്യാനുള്ള കഴിവില്ല. അജണ്ട സെറ്റ് ചെയ്യാൻ ഇതുവരെയായിട്ടും പ്രതിപക്ഷത്തിന് അത്തരം ഒരു അജണ്ട, ഇവരുടെ നെഗറ്റീവ്സിനെ കൊണ്ട് തന്നെ ഒരു അജണ്ട. പിന്നെ ഒരു ഹെൽത്ത് മിനിസ്റ്ററുണ്ട്, എന്താ ഫലം? അതാ പറഞ്ഞത്, വിഷയങ്ങൾ നിരവധിയുണ്ട്. പക്ഷെ അത് വോട്ടാക്കി മാറ്റാൻ UDF കഴിയുമോ? വിഷയങ്ങളെ ജനമധ്യത്തിൽ അവതരിപ്പിക്കാൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ഇപ്പം എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തൊരു സംഭവം ഒന്ന്, നമ്മുടെ അട്ടപ്പാടിലെ മധു ആഹാരം മോഷ്ടിച്ചതിന്, ചോറ് മോഷ്ടിച്ചതിന് തല്ലിക്കൊന്നു. അത് നിശബ്ദമാണ്. ഒന്ന് രണ്ട് പ്രാവശ്യം പ്രതിഷേധം നിയമസഭ പ്രസംഗിക്കും. വീണ്ടും ഉണ്ട്. ഇവിടെ തന്നെ തിരുവനന്തപുരത്തുമായിട്ടൊക്കെ എത്രയോ സംഭവങ്ങളുണ്ടായിരിക്കുന്നു. എൻ്റെ അടുത്തുള്ളൊരു എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകളാണ്, മോഹൻദാസിനെ ഡോക്ടർ കൊന്നു, സൗമ്യ ഒരു ഹോസ്പിറ്റലിൽ കുത്തിക്കൊന്നു ഇല്ലേ? അതും പ്രശ്നമല്ല. പക്ഷേ ബംഗാളിൽ അമൃത കൗർ മെഡിക്കൽ കോളേജ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ പ്രതിഷേധപ്പെടണമുണ്ട് CPM മമതയുടെ സ്റ്റേറ്റിൽ. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അതില്ല. എത്രയോ പേരെ അങ്ങനെ ഇല്ലാതാക്കിയിരിക്കുന്നു, ഏതെല്ലാം കേസുകൾ ഒതുക്കിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഈ കേസ് വരുന്നുണ്ട്. പക്ഷേ പിന്നെ പാലത്തായി കേസിൽ അതല്ലേ സംഭവിക്കുന്നത്? ഒതുക്കാനുള്ള ശ്രമം അവിടെ നടന്നു, അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ള ശ്രമം നടന്നു. പിന്നെ കോടതിയിൽ പോയിട്ടാണ് അന്വേഷണം നടന്നത്, കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടന്നത്. അപ്പോഴാണ് സത്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. അവിടെയും ഈ തട്ടിപ്പ് തുടരുകയാണ്. അപ്പോൾ അജണ്ട എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യേണ്ടത് ചിലവ് കുറയ്ക്കുന്ന വഴി തന്നെ സർക്കാരിൻ്റെ ആർഭാടങ്ങൾ കുറച്ച് വരുമാനം കൂട്ടി ഉള്ള കമ്മിറ്റ്മെൻറ്റ് തീർക്കുക. ആദ്യത്തെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് മെഡിക്കൽ കൊടുക്കാനുള്ള പെൻഡിങ് വെച്ചിരിക്കുന്ന ബില്ലെല്ലാം കൊടുക്കണം. ബിനാലേക്ക് 5 കോടി കൊടുത്തിട്ട് കാര്യമില്ല, ആദ്യത്തെ കൊടുക്കണം. പിന്നെ നെൽകർഷകരിൽ നിന്നും കളക്ട് ചെയ്ത് പോയ അരിയുടെ ആ പാവം പിടിച്ച കർഷകന് രണ്ടാമത്തെ പൈസ കൊടുക്കണം. അത് കഴിഞ്ഞ് മതി ബാക്കി DA ഒക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരുടെ. അങ്ങനെ ചെലവ് ചുരുക്കുന്നതിൽ മാന്യമായ നിയന്ത്രണം ചെയ്യാൻ തയ്യാറാകാത്ത ഒരു സർക്കാരിനും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ശാശ്വതമായ നന്മകൾ ചെയ്യാൻ പറ്റില്ല.